അപ്പോൾ ഹലോ, ഹാപ്പി ഈസ്റ്റർ കൂട്ടുകാരെ. ഇന്ന് ഞാൻ ഈസ്റ്റർ ദിനത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആദ്യം താറാവ് മപ്പാസ് ഉണ്ടാക്കി, വെള്ളയപ്പം ഉണ്ടാക്കി, നമുക്ക് പാലപ്പം ഉണ്ടാക്കി, പിന്നെ താറാവ് മപ്പാസ്, ബീഫും കിഴങ്ങിട്ട് ഒരു മപ്പാസ് വെച്ചു. അപ്പോൾ അങ്ങനെ ഒക്കെ ഉണ്ടാക്കിയത് ഇവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ചു. അപ്പം എന്താ കിഴങ്ങൊക്കെ ഇട്ട് ബീഫ് ഉണ്ടാക്കിയത്, ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ബീഫ് ഉണ്ടാക്കി, താറാവ് മപ്പാസും വെച്ചു. അതായിരുന്നു ഇന്ന് രാവിലെ ഒരു സിമ്പിളായിട്ടൊരു നോയമ്പ് വിടൽ. പിന്നെ അത് നല്ല നെസ്കഫേ ഒക്കെ ഇട്ട് നല്ല ചൂട് കാപ്പി. അപ്പം അതൊക്കെയാണ് രാവിലെ. ഒരു 2 പേരുണ്ടായിരുന്നുള്ളൂ, സാറും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനങ്ങനെ മീറ്റൊന്നും കൂട്ടത്തില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ എന്താണെന്നൊക്കെ വെച്ചാൽ ചോറുണ്ടാക്കി, പിന്നെ ബീഫ് കുറച്ച് ബീഫ് എടുത്ത് നല്ല കറുപ്പിച്ച് ഉലർത്തിയെടുത്തു, കാബേജ് തോരൻ വെച്ചു, നല്ല കുമ്പളങ്ങയൊക്കെ ഇട്ട് നല്ല സൂപ്പർ ഒരു പുളിശ്ശേരി അങ്ങോട്ട് ഉണ്ടാക്കി, നല്ല കുറേ ഇരിക്കുന്ന പുളിശ്ശേരി അങ്ങോട്ട് ഉണ്ടാക്കി. പിന്നെ നല്ല നല്ല അടിപൊളി മത്തി കിട്ടിയേ, നല്ല നെയ്മത്തി ഇന്ന് ഫ്രഷായിട്ട് മേടിച്ചിട്ടുണ്ട് സാറ്. അപ്പം ഷാർജ മാർക്കറ്റിൽ ചെന്ന് നല്ല സൂപ്പർ മുഴുത്ത മത്തി മേടിച്ചു. അത് നല്ല നന്നായിട്ട് അങ്ങോട്ട് 3ആയിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കറി അങ്ങോട്ട് ഉണ്ടാക്കി, ഒരു കോട്ടേസിലൊരു കറി അങ്ങോട്ട് ഉണ്ടാക്കി. നല്ല ടേസ്റ്റായിരുന്നു മത്തി. അപ്പം അതൊക്കെയായിരുന്നു ഒരു സിമ്പിളായിട്ടൊരു നോയമ്പ് വീടിലായിരുന്നു ഇന്ന് നമ്മുടേത്. അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും നോയമ്പ് വീടിയെന്ന് കരുതുന്നു. പിന്നെ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയത് കാണിക്കാനായിട്ട് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല, തിരക്കും കാര്യങ്ങളും പിന്നെ എല്ലാവരും ഉള്ളപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കുക്ക് ചെയ്തുകൊണ്ട് വെച്ച് കഴിഞ്ഞുള്ളത് എടുത്തു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്